പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കുറച്ച് വചനങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ബൈബിളിലൂടെ നിങ്ങളത് കേട്ട് കുറച്ച് നേരം നിങ്ങളിത് കേൾക്കാനിരിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. പരമാവധി ആൾക്കാർക്ക് അത് അയച്ചു കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് കഴിഞ്ഞാൽ പുതിയൊരു വചനമായിട്ട് ഞങ്ങൾക്ക് നാളെ വരുന്നതായിരിക്കും. കുറച്ച് നേരം ഞങ്ങളത് ക്ഷമയോടെ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നമുക്ക് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കടക്കാം, ദൈവവചനത്തിലേക്ക്. ദൈവത്തെ അറിയാത്തവർ സ്വദേബോഷരാണ്. ദൃഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. ശില്പങ്ങളിൽ ശ്രദ്ധ പതിച്ച് അവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല. അഗ്നി, വായു, കാറ്റ്, നക്ഷത്രവലയങ്ങൾ, ശോഭിച്ച സമുദ്രം, ആകാശ തേജസ്സുകൾ ഇവ ലോകത്തെ ഭരിക്കുന്ന ദേവന്മാരെ അവർ കരുതി. അവർ അവരുടെ സൗന്ദര്യത്തിൽ ശ്രദ്ധിച്ച മനുഷ്യർ അവയെ ദേവന്മാരായി സങ്കല്പിച്ചെങ്കിൽ അവയേക്കാൾ ശ്രേഷ്ഠനാണ് അവയുടെ കർത്താവെന്ന് അവർ ഗ്രഹിക്കട്ടെ. സൗന്ദര്യത്തിൻ്റെ സൃഷ്ടാവാണ് അവയുണ്ടാക്കിയത്. അവയുടെ ശക്തിയും പ്രവർത്തനവും മനുഷ്യരെ വിസ്മയിപ്പിച്ചെങ്കിൽ അവയുടെ സൃഷ്ടാവ് എത്രയോ കൂടുതൽ ശക്തനെന്ന് അവയിൽ നിങ്ങൾ അവർ ധരിക്കപ്പെട്ടു. സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യത്തിൽ നിന്ന് അവയുടെ സൃഷ്ടാവിൻ്റെ ശക്തി സൗന്ദര്യങ്ങളെക്കുറിച്ച് അറിയാം. ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്താൻ ഇച്ഛിക്കുകയും ചെയ്യുമ്പോഴാണ് അവർ വ്യതിചലിക്കുന്നത്. അവരെ തികച്ചും കുറ്റപ്പെടുത്താൻ വയ്യ. അവിടുത്തെ സൃഷ്ടികളുടെ മധ്യ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ്. ദൃശ്യവസ്തുക്കൾ മനോഹരമാകുകയാൽ അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു. എങ്കിലും അവർക്ക് ന്യായീകരണമില്ല. ലോകത്തെ ആരാണ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇവരുടെയെല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട്? സ്വർണം, വെള്ളി ഇവയിൽ നിർമ്മിച്ച രൂപങ്ങളെയോ മൃഗങ്ങളുടെ രൂപങ്ങളെയോ പണ്ടങ്ങൾ നിർമ്മിച്ച രൂപങ്ങളെയോ ശിലയെയോ ദേവന്മാരാക്കി നിർജീവമായ അവയിൽ പ്രത്യാശർപ്പിക്കുന്നവരുടെ നില ശോചനീയമാണ്. മരത്തിൽ പണിയുന്ന വിദഗ്ധ ശില്പി എളുപ്പം മുറിക്കാവുന്ന മരം അറുത്ത് തൊലി നീക്കി ഉപയോഗപ്രദമായ പാത്രങ്ങളുണ്ടാകുന്നു. തല്ലിക്കളഞ്ഞ കഷ്ണങ്ങൾ കത്തിച്ച് ഭക്ഷണം പാകം ചെയ്ത് നിറയെ തിന്നുന്നു. നിരുപയോഗമായി ശേഷിക്കുന്ന വളഞ്ഞു വിരിഞ്ഞ മുട്ടുകൾ നിറഞ്ഞ കഷ്ണമെടുത്ത് സൂക്ഷ്മതയോടെ കൊത്തുപണി ചെയ്ത് വിശ്രമ സമയം പോക്കുന്നു. അങ്ങനെ അതിനെ മനുഷ്യരൂപം നൽകുന്നു. അഥവാ എന്തെങ്കിലും മൃഗത്തിൻ്റെ രൂപം കൊത്തി ചായം പൂശി ചമപ്പിച്ച് ഉറിവുകൾ ചായം കൊണ്ട് മറയ്ക്കുന്നു. അവൻ അത് ഉചിതമായ സ്ഥാനത്ത് ഭിത്തിയിൽ ആണി കൊണ്ട് ഉറപ്പിക്കുന്നു. അത് അതിനെ തന്നെ സംരക്ഷിക്കാൻ ശക്തിയില്ലാത്തതുകൊണ്ടാണ് പരസഹായം. അവൻ അത് വീണു പോകാതെ ശ്രദ്ധിക്കുന്നു. എങ്കിലും സമ്പത്ത്, വിവാഹത്തിനും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിർജീവമായി അതിനെ വിളിച്ചപേക്ഷിക്കാൻ അവന് ലജ്ജയില്ല. ആരോഗ്യത്തിന് ദുർബല വസ്തുവിനോടും ജീവന് നിർജീവ വസ്തുവിനോടും സഹായത്തിന് അനുഭവജ്ഞാനമില്ലാത്തവനോട് അത് യാത്രാമംഗളത്തിന് ആചാരവസ്തുവിനോട് അവർ പ്രാർത്ഥിക്കുന്നു. ധനസമ്പാദത്തിനും ജോലി പ്രവൃത്തികളിലുള്ള വിജയത്തിനു വേണ്ടിയുള്ള ശക്തിഹീനമായ കരത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒന്നുപോലെ ഓർക്കുന്നു. ശില്പത്തോടൊപ്പം ശില്പിയെയും അവിടുന്ന് വിശിക്ഷിക്കും. ജനതകളുടെ വിഗ്രഹങ്ങൾക്കും ശിക്ഷയുണ്ടാകും. ദൈവസൃഷ്ടിയുടെ ഭാഗമെങ്കിലും അവ മ്ലേച്ഛതയുടെയും മനസ്സിൻ്റെ പ്രലോഭനവും മൂഢമായ പാപങ്ങൾക്ക് കെണിയുമായി തീർന്നിരിക്കുന്നു. വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അവിശ്വസ്തതയുടെ ആരംഭം. അവയെ കണ്ടുപിടുത്തമാണ് ജീവിതത്തെ ദുഷിപ്പിച്ചത്. അവ ആദ്യം മുതലുള്ളതോ അവസാനം വരെ നിലനിൽക്കുന്നതല്ല. മനുഷ്യൻ്റെ മിഥ്യാഭിമാനത്തിൻ്റെ ഫലമായി അവ ലോകത്തിൽ പ്രവേശിച്ചു. അവയുടെ പെട്ടെന്നുള്ള തിരോധാനം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അക്കാലത്ത് പുത്രൻ മരിച്ച ദുഃഖം വീക്ഷിച്ച പിതാവ് തന്നിൽ നിന്ന് അപഹരിക്കപ്പെട്ട മകൻ്റെ പ്രതിമയുണ്ടാക്കി മൃതശരീരം മാത്രമായിരുന്നവനെ ഇതാ ദേവനായി വണങ്ങുകയും അവൻ്റെ പിൻഗാമികൾക്ക് വ്രതാനുഷ്ഠാന രഹസ്യമായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. കാലാന്തരത്തിൽ പ്രാബല്യം ലഭിച്ച ദുരാചാരം നിയമം തീരുകയും രാജകൽപ്പന പ്രകാരം ജനങ്ങൾ കൊത്തുവിഗ്രഹങ്ങളെ ആരാധിച്ചു പോവുകയും ചെയ്തു. വിദൂരസ്ഥരായ രാജാക്കന്മാർ നേരിട്ട് വണങ്ങി സ്തുതിക്കാൻ ഇച്ഛിക്കുന്നവർ രാജപ്രതിമയുണ്ടാക്കി രാജാക്കന്മാർ അകന്ന് ജീവിച്ചിരിക്കുന്നതിനാൽ അവരുടെ സന്നിധിയിലെ തീ വണങ്ങാൻ കഴിയാതെ വന്ന ജനങ്ങൾ
തങ്ങൾ ആദരിക്കുന്ന രാജാവിൻ്റെ രൂപം ഭാവന ചെയ്ത് ദൃഷ്ടിഗോചരമായി ബിംബമുണ്ടാക്കി അവയെ അങ്ങനെ തങ്ങളുടെ ആവേശത്തിൽ അവർ അദൃശ്യനെങ്കിലും അടുത്തുള്ളവനെ പോലെ അവ ആസ്വദിച്ചു. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്നവർക്ക് വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുകയും ചെയ്തു. ശിശുബലിയും ഗൂഢാനുഷ്ഠാനങ്ങളും വിചിത്ര ആചാരങ്ങളോടുകൂടിയുള്ള മധുരോത്സവങ്ങളും നടത്തിയാലും അവർക്ക് തങ്ങളുടെ ജീവിതമോ വിവാഹമോ പവനമായി സൂക്ഷിക്കുന്നില്ല. പകരം പരസ്പരം ചതിയിൽ പതിക്കുകയും വിചാരത്താൽ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ഇന്നത്തെ വചനം നിങ്ങൾക്ക് കുറച്ച് നേരം മതിയെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് ആലോചിച്ച് അതിനെക്കുറിച്ച് ഒരു ചിന്ത രൂപപ്പെടുത്തും മനസ്സിൽ. ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ദൈവമായ കർത്താവാണ്. ദൈവത്തിൻ്റെ വിഗ്രഹം ഒരിക്കലും എവിടെയുമില്ല. ദൈവം മാത്രമാണ്. ദൈവത്തിനൊരു വിഗ്രഹത്തിൻ്റെ ആവശ്യമില്ല. ദൈവം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ അരൂപിയാണ്. കർത്താവായ ദൈവം മാത്രമാണ് നമ്മൾക്കുള്ളത്. പല പല രൂപങ്ങളുണ്ടാക്കി പല ഭംഗിയിലും ഒരു രൂപം കാണുമ്പോൾ നമുക്ക് അതിമനോഹരമായി തോന്നും. അത് വേറൊരു രൂപം നോക്കുമ്പോൾ അതും അതിമനോഹരമായി. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് വിഗ്രഹം കാണുമ്പോൾ ഇത് അതിമനോഹരമായിരിക്കുന്നു, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ വേറെ രൂപം, അതിന് ഭംഗി കുറവാണ്, അത് വേറൊരു രൂപമാണ്. അപ്പോൾ അവർ ആ രൂപത്തെ വിട്ട് ഈ രൂപത്തോട് വരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ ആവശ്യം? ദൈവത്തിൻ്റെ വിഗ്രഹത്തിന് ദൈവത്തിൽ പ്രാർത്ഥിക്കുവാൻ ആവശ്യമില്ല. ദൈവമായ കർത്താവ് ഒന്നേയുള്ളൂ. ദൈവത്തിൻ്റെ വിഗ്രഹം ആവശ്യമില്ല. ദൈവത്തിനൊരു വിഗ്രഹം വേണ്ട. ദൈവമായ കർത്താവാണ് എല്ലാതും സൃഷ്ടിച്ചത്. ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ദൈവമേ, അങ്ങയുടെ വചനം എപ്പോഴും നിലനിൽക്കണമെങ്കിൽ ദൈവത്തെ മാത്രം ആരാധിക്കാവൂ. ഇന്ന് നിങ്ങൾ ഈ കേട്ട വചനം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.